ഹലോ ഫ്രണ്ട്സ്, കൊച്ചി ടു രാമേശ്വരം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര. എറണാകുളത്ത് നിന്ന് രാത്രി 12:30 അമൃത എക്സ്പ്രസ്സിൽ നിന്ന് നമുക്ക് രാമേശ്വരത്ത് എത്താവുന്നതാണ്. ഈ പാമ്പൻ പാലത്തിൻ്റെ ഒരു ഭംഗിയും അതൊക്കെ കണ്ടാണ് നമ്മൾ രാമേശ്വരത്ത് എത്തുന്നത്. ഈ പാലത്തിൻ്റെ കൂടിയുള്ള യാത്ര നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ റൈറ്റ് സൈഡ് ഭാഗമായിട്ട് നമ്മൾ നിന്നാലേ നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാനുള്ളൊരു ഇത് പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു നമ്മൾക്ക് മറ്റു റീൽസിലൊക്കെ കണ്ട് നമ്മൾ ധനുഷ്കോടി അവിടെയൊക്കെ പോകുന്ന നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു സൗന്ദര്യം എൻജോയ് ചെയ്യാനാണ്. ട്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇതായിരിക്കും വ്യൂ. അപ്പോൾ നമുക്ക് അന്നേരം അത് ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അന്നേരം റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ഈ പാമ്പൻ പാലത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. രാമേശ്വരത്ത് ഒരു ഉച്ചയ്ക്ക് നമ്മൾ 12:30 ആയപ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ റൂമിൽ ചെന്ന് ഓട്ടോയ്ക്ക് ഒരു 120 രൂപ കൊടുത്തു. റൂമിലെത്തി. റൂം ഒരു 2000 രൂപ റൂമായി. അവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടിക്ക് ഒരു ഓട്ടോ പിടിച്ച് ഓട്ടോയ്ക്ക് ഏതാണ്ട് 1000 രൂപയാണ് നമ്മൾ പോയത്. 1000 രൂപ 4 പേര് ചേർന്ന്. പിന്നെ ധനുഷ്കോടിയിലേക്ക് 20 കിലോമീറ്റർ ദൂരം ഉണ്ട് രാമേശ്വരത്ത് നിന്നും. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് കുഴപ്പമില്ല, 1000 രൂപക്ക് പോകാമെന്നോർത്ത് നമുക്ക് അന്നേരം ആ ധനുഷ്കോടിയിലേക്കുള്ള യാത്രാ സമയത്ത് 2 സൈഡിലെയും വ്യൂസ് നമുക്ക് നല്ല ഭംഗിയുള്ളതായിരുന്നു. പോകുമ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസിൽ ഉണ്ടാവും. ലൈറ്റ് ഹൗസിൽ നമുക്ക് കയറാവുന്നതാണ്. ഈ പുതിയ ലൈറ്റ് ഹൗസാണത്. ഒരു 11 നില ഉള്ള ഒരു ലൈറ്റ് ഹൗസാണിത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ലിഫ്റ്റ് ഉണ്ട്. 10 രൂപയാണ് ടിക്കറ്റ് ഫീസ് ഇതിൻ്റെ അകത്ത് കയറാൻ. നമുക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ അത് ആളെ കയറി ഇറങ്ങി പോകും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുഖത്തെ ഈ വ്യൂ നമുക്ക് എൻജോയ് ചെയ്യുന്നതാണ്. തൊട്ടപ്പുറത്ത് ഒരുപാട് കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് കടയൊക്കെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ചിറങ്ങാം. നല്ലൊരു മീൽസ് കഴിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന്. 480 രൂപയോളം ഞങ്ങൾക്ക് 4 പേരും വിളിച്ചു തന്നു. അതായത് ഒരാൾക്ക് 120 രൂപ. ഫിഷ് അയില ഫ്രൈയും പിന്നെ ചാളക്കറിയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ധനുഷ്കോടിയിലെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മളെത്തി. ലാസ്റ്റ് റോഡ് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് നമ്മളെത്തി. അവിടെ ഭയങ്കര വെയിലായിരുന്നു. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ എത്തിയത് അവിടെ. പക്ഷെ അന്നേരം നമുക്ക് ഈ ബംഗാൾ സൈഡിലായതുകൊണ്ട് നമുക്ക് ഈ സൺ സെറ്റ് അത്ര എൻജോയ് ചെയ്യാൻ ആയിട്ടില്ല. നമുക്ക് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ധനുഷ്കോടിയിൽ ഏറ്റവും മോർണിംഗ് വന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ സൺറൈസ് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്നേരം ഈ റൂട്ടും നമുക്ക് എൻജോയ് ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങൾ തിരിച്ച് വന്നത് ഒരു ദിവസം ഇനി സൺ റൈസ് കാണാൻ വന്ന രീതിയിൽ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷായി അങ്ങനെ അമ്പലത്തിലേക്ക് കയറി. രാമേശ്വരം അമ്പലത്തിൽ കയറിയപ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരത്ഭുതമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഈ തൂണുകളെല്ലാം ഒരേപോലെ ഒരു ലൈനിലാണ് എല്ലാം നിൽക്കുന്നത്. അത് എത്ര മനോഹരമായിട്ടത് സെറ്റ് ചെയ്തേക്കണത് അത്ഭുതം തന്നെയാണ്. അത് ഒരേപോലെ ഇത് കൊത്തി വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ 1200ഓളം തൂണുകളാണ് ഈ ഉള്ളത്. അതെങ്ങനെ ഈ നമ്മുടെ പണ്ട് കാലത്ത് ഇത് ഇവർ ചെയ്തതെന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയാണ് ഈ കോറിഡോറിൽ കൂടി നമ്മൾ നടക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമാണ്. അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പോയി. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് നമ്മൾ ഈ കോറിഡോറിൽ കൂടി നോക്കുമ്പോൾ ഒരു ചെറിയ പോയിന്റിലേക്ക് ഈ തൂണുകളെല്ലാം അറേഞ്ച് ചെയ്ത് അതിങ്ങനെ നിൽക്കും, ഒരു ചെറിയ പോയിൻ്റായിട്ട്. നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് രാമേശ്വരം അമ്പലത്തിൽ. ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് കഴിഞ്ഞ് രാവിലെ പിന്നെ ഒന്നുകൂടെ കയറി രാമേശ്വരം അമ്പലത്തിൽ കയറി. ഈ 4 സൈഡുകളുണ്ട് ഇതിൻ്റെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. അതിൻ്റെ ഗോപുരങ്ങളെല്ലാം നല്ല ഭംഗിയാണ്. രാവിലെ ഒന്നുകൂടെ കയറി
ഈ കോറിഡോറിലൂടെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കുന്നത്. അമ്പലത്തിൽ നിന്ന് തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ രാമേശ്വരം അങ്ങനെ 12:45 രാമേശ്വരത്ത് നിന്ന് വിട വാങ്ങിയാണ്. അമൃത എക്സ്പ്രസ് തന്നെയാണ് ഈ കിടക്കുന്നത് റൈറ്റ് സൈഡിൽ. ഞങ്ങൾ അങ്ങനെ യാത്രകൾ ഇനിയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ അതിനുള്ള സമയം കണ്ടെത്താം എന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ പിന്നെ രാമേശ്വരത്ത് നിന്ന് വിട പറയാണ്. താങ്ക് യു.